വക്രതുണ്ഡ മഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു. പൃഥുവിൻ്റെ ഭരണത്തിന് കീഴിൽ രാജ്യവും ജനങ്ങളും രാജ്യം സംതൃപ്തമായി, ജനങ്ങൾ സംതൃപ്തരായി. എല്ലാവരും ധർമാനുസൃതമായ ജീവിതം നയിച്ചു. പെട്ടെന്ന് നമുക്ക് വാച്യമായി ഇതിൽ നിന്ന് ധരിച്ചു വയ്ക്കാനുള്ളത് ഒരു ദുർഭരണത്തെ ജ്ഞാനികളുടെ സഹായത്തോടുകൂടി തുടച്ചു മാറ്റിയിട്ട് അതിനു പകരം ത്യാഗധനനായ ഒരു മഹാവ്യക്തി ധാർമ്മികമായ ഭരണം ഏർപ്പെടുത്തി. ഇതാണ് ഇതിൻ്റെ ആശയം. ഈ ആശയമാണ് അന്നത്തെ ചരിത്രത്തോടും അന്നത്തെ രാഷ്ട്രതന്ത്രത്തോടും അന്നത്തെ ഭരണതന്ത്രത്തോടും അന്നത്തെ സാഹിത്യത്തോടും അലങ്കാര കൽപ്പനകളോടും ധർമ്മത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാരണത്തോടും കൂടി വർണ്ണിച്ച് അതിമനോഹരമായ ഒരു കാവ്യഖണ്ഡമാക്കി മഹാകവി വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് അസാധാരണമായ ഒരു സൃഷ്ടി തന്നെയാണ്. അങ്ങനെ ഒരു സൃഷ്ടി വേറെ ഏതെങ്കിലും ഭാഷയിൽ ഉണ്ടാവുക സാധ്യമല്ലാത്ത വിധത്തിൽ ഹൃദയാവർജകമായി അത് വർണ്ണിച്ച് അദ്ദേഹം ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ചില ചെറിയ രാജാക്കന്മാർ വന്ന് വേനൻ്റെയും പൃഥുവിൻ്റെയും ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് എത്ര അധ്യായം പറഞ്ഞിട്ടുണ്ട്? അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈ പിന്നെ ഈ കൊതുക് ഒരു പ്രധാന വിഷയമാണ്. അത് വേനൻ്റെ കാര്യം പറയുമ്പോൾ അല്ല ഈ ഇദ്ദേഹത്തിൻ്റെ പൃഥുവിൻ്റെ കാലത്ത് അത് പൂർണ്ണമായ ധർമ്മത്തോടുകൂടി സാമ്രാജ്യം പുലരാൻ തുടങ്ങിയപ്പോൾ 20-ലധികം അധ്യായങ്ങളുണ്ടത്. 20-ലധികം പുലരാൻ തുടങ്ങിയപ്പോൾ വയലുകൾ വിതയ്ക്കാതെ തന്നെ വിളവ് സമർപ്പിക്കാൻ തുടങ്ങി കർഷകർക്ക്. വൃക്ഷങ്ങൾ തനിയെ പൂത്ത് കായ്ക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളും സാധാരണ ചെടികളും. കൊതുക് നമ്മുടെ സാധാരണ മൂട്ട, തമിഴിലെ മൂട്ട എന്ന് പറഞ്ഞാൽ ഭാണ്ഡക്കെട്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ മൂട്ടജി, ഈച്ച, ഇവന്മാരെല്ലാവരും രാജ്യം വിട്ടു. ഇവർക്കൊന്നും സ്ഥാനമില്ലാതായി. കൊതുകിനും ഈച്ചയ്ക്കും ഒന്നും സ്ഥാനമില്ലാതെ അവരെല്ലാം രാജ്യം പനിയൊന്നുമില്ല, അതിൽ ഒന്നുമില്ല. ഒരു തരത്തിലുള്ള രോഗങ്ങളുമില്ല. രോഗങ്ങൾ അല്ല അനുയായികളായിട്ട് വരാമെന്നാണ് ഈ മൃത്യു ദേവിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൃത്യുദേവിക്കും അവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം വരുമ്പോൾ ഇങ്ങനെ മാത്രമേ, അതും ദീനമില്ലാത്തവരെ ആയിരിക്കും. അത് നിർദ്ദേശമനുസരിച്ച് വരുന്നതാണ്. കള്ളന്മാരും കൊള്ളക്കാരും സ്ഥലം വിട്ടു, ഒന്നുമില്ല. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ എല്ലാ അവയവങ്ങളും സമ്പൂർണമായി പ്രവർത്തിക്കുന്ന സർവ ഇഷ്ടമായ ഒരു ഭരണം അദ്ദേഹം നടപ്പിലാക്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് ചുരുക്കിയുള്ള വർണ്ണനയുടെ സാരം. വർണ്ണിക്കുന്ന കുറച്ച് നീട്ടി വർണ്ണിക്കുന്നുണ്ട്. വർണ്ണനയുടെ സാരം ഇതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തേര് പോകുമ്പോൾ
ഈ റോഡിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന കമ്പുകൾ തനിയെ മാറിക്കൊടുത്തു, കൊടി ഉടക്കാതിരിക്കാൻ. അല്ല, അതിന് പ്രത്യേകം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഈ അരിവാ തോട്ടിയുമായിട്ട് ആളുകൾ വരണ്ട വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വൃക്ഷക്കമ്പുകളെല്ലാം റോഡിലേക്ക് ചാഞ്ഞു കിടന്നിരുന്ന വൃക്ഷക്കമ്പുകളെല്ലാം പൃഥുവിൻ്റെ തേര് വരുന്നത് കാണുമ്പോൾ തന്നെ മാറിക്കൊടുക്കും. അവരങ്ങ് മാറിക്കൊടുക്കും. വേറെ വല്ലവരുടെയാണ് തേര് വരണമെങ്കിൽ ആ കമ്പ് കൊണ്ട് അടിക്കുമോ എന്ന് അതും സാധ്യമാണല്ലോ. ഇങ്ങനെ മാറിക്കൊടുക്കുന്ന മരമാണെങ്കിൽ, കമ്പ് മാറ്റി കൊടുക്കുന്ന മരമാണെങ്കിൽ കൊള്ളരാത്ത വിധം വരുമ്പോൾ ആ കമ്പ് കൊണ്ട് അവൻ്റെ തലക്കെട്ടിൽ അടി കൊടുക്കാനും ആ മരത്തിന് സാധിക്കേണ്ടതാണ്. അങ്ങനെ വർണ്ണനയില്ല. അപ്പോൾ ഇത്ര സമ്പൂർണമായ വിധത്തിൽ ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത വിധത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു ഭരണമാണ് അദ്ദേഹം നടപ്പിൽ വരുത്തിയത്. എല്ലാവരും അതിൽ സംതൃപ്തരും ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു പാരമ്പര്യവും സങ്കല്പവും ഒക്കെ അതിപ്രാചീന കാലത്തുണ്ടായിരുന്നതുകൊണ്ട് ആയിരിക്കണം നമ്മളിപ്പോൾ ഇൻ്റഗ്രൽ ഹ്യൂമനിസം എന്നൊക്കെ പറഞ്ഞ് ഇക്കാലത്ത് പോലും ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്ന ആ ഒരു വിശ്വമാനവികതയെക്കുറിച്ച് പറയാൻ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വമാനവികത ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മളെന്തിനാ വേറൊരുത്തൻ്റെ രാജ്യം നന്നാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ലോകത്തെയും പ്രപഞ്ചത്തെ തന്നെയും ഒന്നായിട്ട് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ആശയം വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വരില്ല. അത് ദീർഘതമസിൻ്റെ ആശയമാണത്. ദീർഘതമസ് അദ്ദേഹത്തിൻ്റെതാണ് ആശയം. കാരണം ഈ സ്പന്ദം, ജീവൻ്റെ സ്പന്ദം, അത് ചെടിയിലായാലും പുല്ലിലായാലും ആനയിലായാലും ദിനസോറിലായാലും മനുഷ്യനായാലും ഈ സ്പന്ദം ഒന്നു തന്നെയാണ് എല്ലായിടത്തും. ഇതാണ് ജീവികൾ തമ്മിലുള്ള സമത്വത്തിന് കാരണം. ഇങ്ങനൊരു കാരണം ഇത് പാശ്ചാത്യർക്ക് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആശയവും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത് സമൂഹത്തിൻ്റെ രക്ഷ, നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷ, അന്യോന്യം ഇത് അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉള്ള രക്ഷയ്ക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു, കരാർ ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും തല്ലിയില്ല. ഇതാണ് കരാർ. അത്രേ ഉള്ളൂ. ഈ ഭാവനയില്ല. എല്ലാ ജീവികളിലും മറ്റേത് തന്നെ വലിയ പാടാ. അവരുടെ സമൂഹത്തെ തന്നെ ഒരുമിച്ച് തങ്ങി തല്ലാതെ നിർത്തുന്നത് തന്നെ നിർത്താൻ സാധ്യമായിട്ടുള്ള. അപ്പൊ പിന്നെ അവർക്ക് മറ്റേ അപ്പം അതുകൊണ്ട് അങ്ങനെ വിശ്വമാനവികത എന്നുള്ള ഒരു ആശയവും ഒന്നത്. പിന്നെ ഇത്രയേറെ ലോകങ്ങളെ സങ്കല്പിച്ചിട്ടില്ല. പ്രാചീന കാലത്ത് യൂറോപ്പിൽ ഇത്രയേറെ ലോകങ്ങളെ സങ്കല്പിക്കുന്നില്ല അവരെ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നാണ് അസ്യ. ഇത് കൊളംബസിന്റെ കാലത്ത് അങ്ങോട്ട് കപ്പൽ പോയി 550 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ, അടുത്ത കാലത്താണ്. അപ്പോൾ അസ്യ ബ്രഹ്മാണ്ടസ്യ, നമ്മുടെ യൂണിവേഴ്സിൻ്റെ അസ്യ ബ്രഹ്മാണ്ടസ്യ സമന്തത, ചുറ്റിനും ഏതാദൃശാന്യ അനന്തകോടി ബ്രഹ്മാണ്ടാനി ജ്വലന്തി. എത്രയോ പ്രാചീനമായ കാലത്ത് പറഞ്ഞതാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ചുറ്റും ഇതുപോലെയുള്ള ഈദൃശമായ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു സങ്കല്പം വെറുതെ സങ്കല്പമാണെങ്കിൽ പോലും സങ്കല്പിക്കാൻ അവരുടെ ഞാൻ പറയാണ്, അവർക്കതിന് കഴിവില്ല. വെറുതെ സങ്കല്പമാണ് എന്ന് വാദിച്ചാൽ പോലും അങ്ങനെ ഒരു സങ്കല്പത്തിന് പോലും അവർക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ സയൻസിൻ്റെ ഒരു കണ്ടുപിടുത്തം എന്നുള്ള നിലയിലാണ് ഈ കാര്യം വരുന്നത്. അല്ല, ഇത് സങ്കല്പമല്ല. അല്ല, അങ്ങനെ സങ്കല്പിക്കാൻ പോലും, വെറുതെ ഭാവനയിൽ സങ്കല്പിക്കാൻ പോലും യൂറോപ്യന്മാർ പ്രാപ്തരായിരുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു വസുധൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന തമാശ ഒരിക്കലും അവർക്ക് തോന്നിയിട്ടേ ഇല്ല. അവർ അന്യൻ്റേത് ആക്രമിച്ച് പിടിക്കുന്നതിൽ നമുക്ക് ശക്തി വേണം എന്ന് മാത്രമല്ല, അതിൽ അന്യായമോ അനീതിയോ ഒന്നും പ്രാചീന കാലത്ത് യൂറോപ്പിൽ അവർക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെ ആക്രമിക്കുന്നത് തെറ്റാണെന്നോ അധർമ്മമാണെന്നോ, അധർമ്മം എന്നുള്ളതിന് ധർമ്മമെന്ന ഒരു വാക്ക് പോലും അവർക്ക് ഇല്ല. സാറേ, നമ്മുടെ ഈ വിശ്വമാനവികതയ്ക്ക് കാരണമേ
ഈ എല്ലാ ജീവികളിലും തുടിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണെന്നുള്ള നമ്മുടെ വിശ്വാസമല്ലേ അതിന് വിശ്വാസമല്ല, ഒരു ജ്ഞാനാന്വേഷണത്തിൻ്റെ അന്ത്യത്തിൽ കണ്ടെത്തലാണ്. അതെ അതെ, അതാണ് നമ്മളെ ഇങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ ദോഷങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് ഈ വഴിയെ പോയതിനെയൊക്കെ വിളിച്ച് നമ്മൾ സ്വീകരിച്ചതിൻ്റെ കാര്യം. കാരണം ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നു. ഇപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ചില ഭാഗങ്ങൾ മാത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അർജുനന്റെ രീതിയാണ് ഇവിടുത്തെ പൗരന്മാർക്ക് പൊതുവേ ഉള്ളത്. നമ്മളവരെ കൊല്ലാമോ, അത് അച്ഛനായിരുന്നല്ലോ, മറ്റേത് അമ്മാവനായിരുന്നല്ലോ, മറ്റേ ഇത് അമ്മയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ കുടിയിലുണ്ടായ ഇതൊന്നും വിട്ടുമാറിയിട്ടില്ല. ഇതൊന്നും ശ്രീകൃഷ്ണന് ബാധകമല്ല. ഇതൊക്കെ ശ്രീകൃഷ്ണനോട് അർജുനനും പറഞ്ഞു കൊടുക്കാതെ തന്നെ ശ്രീകൃഷ്ണൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാളുടെ തേർ തെളിക്കാൻ നിൽക്കുന്നത്. അല്ലാതെ ഭീഷ്മരും അർജുനനും തമ്മിൽ ഇദ്ദേഹം തേർ തെളിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു ബന്ധമില്ല എന്ന് അല്ലല്ലോ അദ്ദേഹം ധരിച്ചിരുന്നത്. ബന്ധമുണ്ടെന്നറിയാം, അത് ഇന്ന ബന്ധമാണെന്നറിയാം, ആ നിൽക്കുന്ന പഹയൻ ആരാണെന്നറിയാം, അയാൾ കള്ളനായിരുന്നു എന്നറിയാം. അത് അർജുനൻ അറിഞ്ഞുകൂടാ. വസിഷ്ഠന്റെ പശുവിനെ കണ്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെയാണല്ലോ ജനിച്ച് ഈ ഭൂമി കിടക്കുന്നത്. ഭാര്യ നിർബന്ധിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ വസിഷ്ഠനില്ല, പക്ഷെ ഗംഭീരമായ സദ്യ കൊടുത്തു. ഇത് ഇവർ അഷ്ടവസുക്കളായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാണിച്ചു തരാം. തമിഴിൽ കാണിച്ചു തരാം എന്നാണല്ലോ, കാണിച്ചു തരാം എന്ന് പറയുന്നത്. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുറകെ കൊണ്ടുപോയി കാമധേനുവിനെ കാണിച്ചു കൊടുത്ത്, ഈ പശുവിനോട് പറഞ്ഞ സംഗതികൾ അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കും. പറയുന്ന ആളുകൾ ധാർമ്മികമായ ജീവിതം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പതുക്കെ ഈ അഷ്ടവസുക്കളിലെ ഒരാളിൻ്റെ, ദ്യോവ് എന്നാണ് അയാളുടെ പേര്, അതാണ് ഭീഷ്മരായിട്ട് ജനിക്കുന്നത്. ദ്യോവിനിട്ട് ദ്യോവിൻ്റെ ഭാര്യ ഇങ്ങനെ ഒന്ന് ത്വാണ്ടി, കോളാണ്, ഇങ്ങോട്ട് വന്നേന്ന് വിളിച്ചു. ഇത്തിരി അങ്ങോട്ട് മാറി നിന്നിട്ട്, അപ്പോൾ ഇവർ 8 പേരും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഈ പശുവിനെ നമുക്ക് വേണമെങ്കിൽ 1000 പശുവിനെ കൊടുക്കാം, ഈ പശുവിനെ നമുക്ക് തരുമോയെന്ന് ചോദിക്കുന്നു പറഞ്ഞു. അത് വസിഷ്ഠൻ്റെ പശുവാണ്, അതങ്ങനെ കളിക്കാൻ പറ്റും, നിങ്ങൾ ചോദിക്കും മനുഷ്യനെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെ ചോദിച്ചു വന്നത് പറഞ്ഞത് അത് തർക്കമായി, തർക്കം മൊത്ത് വഴക്കായി, പിന്നെ കയ്യേറ്റത്തോടടുത്തു. അപ്പോൾ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. വസിഷ്ഠൻ വരുമ്പോൾ ഈ കാര്യം പറയുകയാണ്. അപ്പോഴാണ് ഈ ശാപം എല്ലാവർക്കും കിട്ടി. അതിൽ കൂടുതൽ കാലം മറ്റുള്ളവർക്കെല്ലാം ശാപമോക്ഷം കൊടുത്തത് ഗംഗാദേവിയുടെ മക്കളായി ജനിച്ച്, അങ്ങനെ ജനിക്കുന്ന സമയത്ത് തന്നെ നദിയിൽ കൊണ്ടുപോയി മുക്കി കൊല്ലണം എന്ന് ഭർത്താവിനോട് ശന്തനുവിനോട് പറയണം. അങ്ങനെ നിങ്ങൾക്ക് 7 പേർക്ക് സദ്യോമുക്തി കിട്ടും. പശുവിനെ യഥാർത്ഥത്തിൽ കട്ടെടുത്തുകൊണ്ട് പോകുന്നത് ഇത് ഇങ്ങേരായതുകൊണ്ട് ഇങ്ങേർക്ക് കുറേ കാലം അവിടെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ഈ പിന്നെ ഭീഷ്മരായിട്ടുള്ള എന്നുവെച്ചാൽ ദേവവ്രതനായിട്ടുള്ള ജന്മത്തിലും ഭീഷ്മർക്ക് ഈ പശുവിനെ മോഷ്ടിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് വിരാട് രാജാവിൻ്റെ അതിർത്തി ഗ്രാമത്തിൽ വന്ന് പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി ദുര്യോധനന് പറഞ്ഞപ്പോൾ വന്നത്. അതിൽ പരാജയപ്പെടുകയും ചെയ്തു. 94-96 വയസ്സായിട്ടിരിക്കുന്ന ആളിനെ ആ പ്രായത്തിൽ ഈ പിള്ളേരുടെ കൂടെ പശുവിനെ മോഷ്ടിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ? പറഞ്ഞാൽ അദ്ദേഹത്തിന്, നിങ്ങൾ ചെല്ലും, ഞാൻ പിന്നാലെ വന്നേക്കാം, അതുകൊണ്ട് നിങ്ങൾ പോയി പിടുത്തം തുടങ്ങിക്കോ, ഞാൻ പിന്നാലെ വരാം. പിടിക്കാൻ പോയവരും ഒരുമാതിരി, അതെ, കർണനൊക്കെ ഓടിക്കളഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഒഴിയുന്നതിന് പകരം ഇദ്ദേഹം ഇത് കേട്ട ഉടനെ ചാടിപ്പുറപ്പോടെ വില്ലുകൊടുത്തുണ്ട്. അപ്പോൾ ആ പഴയ വാസന അദ്ദേഹത്തിൽ ഒരു കാലത്തും പിന്നീട് മാഞ്ഞു പോയിട്ടില്ല
എന്നതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഗോഗ്രഹണ ശ്രമം അതിൽ നല്ലപോലെ പരാജയപ്പെട്ടെങ്കിൽ. അപ്പോഴാണ് ഈ ബൃഹന്നള അപ്പുറത്ത് ദേവശർമാവ് എന്ന് പറയുന്ന രാജാവുമായിട്ട് വിരാടൻ യുദ്ധത്തിലാണ് രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ നേരമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സമയത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കൊട്ടാരത്തിൽ ആരുമില്ല. കൊട്ടാരത്തിൽ പെണ്ണുങ്ങളും അല്പം ചില അംഗരക്ഷകന്മാരും പിന്നെ നമ്മുടെ ഈ ബൃഹന്നൾജി ഉത്തരനും മാത്രം ആണ് ഉള്ളത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഉത്തരൻ ചോദ്യനായി. അതെ, യുദ്ധം എന്ന് പറഞ്ഞുകൂടാ, അങ്ങനെയായി അദ്ദേഹം രസം തെളിക്കുക. അല്ല, ഒരു സാരഥിയെ കിട്ടി കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കാമെന്ന് പറയാം. അങ്ങനെയാണ് ഇദ്ദേഹം സാരഥിയായിട്ട് കൂടെ പോയത്. പക്ഷെ ഇവിടെ വന്ന് ഈ വില്ലിൽ കൈപിടിച്ചപ്പോഴേ ഭീഷ്മർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു വില്ലാളിയല്ല. അത് ഈ നല്ല സംഗീതജ്ഞനാണെങ്കിൽ ആദ്യത്തെ അതിൽ തന്നെ അറിയാം ഇത് വേറെ ആളാണ് വന്നിരിക്കുന്നതെന്ന് ആ കപ്പത്തന്നെ പിടികിട്ടും. അതുപോലെ വില്ലിൽ വിരൽ തൊട്ടപ്പോൾ ഭീഷ്മർക്ക് മനസ്സിലായി ഇത് ഉത്തരനല്ല, വേറെ ആരോ ആണ് ഈ വില്ലിൽ പിടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി തീരണതിന് മുമ്പ് 2 അമ്പാണ് ചെല്ലുന്നത്. 2 അമ്പിൽ നിന്ന് രണ്ടുപേരുടെയും കാൽക്കൽ നമസ്കരിച്ചു, ദ്രോണരുടെയും ഭീഷ്മരുടെയും. അപ്പോൾ ക്ലിയറായി. അതിൽ ഈ സംഗതി എന്തു പറഞ്ഞാലും ആദ്യം ഓടിയത് കർണനാണ് ഈ ഈ ഗോഗ്രഹണ യുദ്ധത്തിൽ. പിന്നീട് ബാക്കിയുള്ളവരൊക്കെ ഓടിയുള്ളൂ. അങ്ങനെ എല്ലാവരും ഓടി അവിടെ നിന്ന് ഭീഷ്മരുൾപ്പെടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഈ സ്ത്രീത്വം വിട്ട് പൗരുഷത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു മൂച്ചാണ് കാണിച്ചത് അദ്ദേഹം. ആ ഒരു ചങ്കൂറ്റവും സന്നദ്ധതയും പിന്നീട് യുദ്ധത്തിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കൃഷ്ണനോട് അത് പറയേണ്ട ആവശ്യമില്ല. അർജുനൻ കൃഷ്ണനോട് അത് പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ അറിയാം ഇവരാരൊക്കെയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ജാതി സങ്കരത്തെക്കുറിച്ച് പറയേണ്ടതില്ല, കുലസ്ത്രീകൾ ദുഷിക്കുമെന്ന് പറയേണ്ടതില്ല. ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ യുദ്ധത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതിന് അർജുനൻ സങ്കല്പിക്കാത്ത മഹത്തായ ചില രാഷ്ട്രീയവും രാജ്യപരവുമായ ജനതയെ സംബന്ധിക്കുന്നതുമായ ദാർശനികമായ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ സംഭവാമി യുഗേ യുഗേ ആ തരത്തിൽ ഇങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത്. അതറിഞ്ഞുകൂടാതെയാണ് അർജുനൻ ഇത് പറയുന്നതും. ആ അർജുനനെ പോലെ തന്നെ എന്താണ് ഭഗവത്ഗീതയും എന്താണ് വേദത്തിൽ ഉപദേശിക്കുന്ന ധർമ്മവും എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മൾ വഴിയെ പോയവരെല്ലാം അതിഥികളാണെന്നും പറഞ്ഞ് വിളിച്ച് നമ്മുടെ നാട്ടിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ട നമ്മളെ ഉപദ്രവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമാണ് ചെയ്തു കൊടുത്തിരുന്നത്. ആരെങ്കിലും അതിനെ എതിർക്കാൻ തുനിഞ്ഞവരെ പോലും നമ്മൾ തകർത്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് വേലുത്തമ്പി തളവ. അങ്ങനെ ഉപദ്രവിക്കാൻ തുനിഞ്ഞവരെല്ലാം ഒറ്റിക്കൊടുത്ത് തകർത്തിട്ടുണ്ട്. റാണി ലക്ഷ്മിബായി. അപ്പോൾ ഇത് ഈ സംസ്കാരത്തെ മനസ്സിലാക്കായികയാണ്. അധാർമിക വൃത്തിയിൽ വ്യാപൃതരായിരിക്കുന്നവരെ യുദ്ധത്തിലൂടെ നിഹനിക്കുക എന്നതല്ലാതെ മറ്റ് മാർഗങ്ങളെല്ലാം അവസാനിക്കണം. മറ്റ് മാർഗങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ യുദ്ധത്തിലൂടെ നിഹനിക്കുക എന്നതല്ലാതെ രണ്ടാമതൊരു വഴിയില്ല. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞിട്ടും ഭഗവാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ യുദ്ധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്ത് അയാളെ യുദ്ധസന്നദ്ധനാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ വെറുതെ കൗതുകത്തിന് ഫിലോസഫി പഠിക്കണം എന്ന് കൃഷ്ണനോട് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ അതൊക്കെ ഞാൻ അന്ന് തന്നെ മറന്നുപോയി എന്ന് പറഞ്ഞത് അദ്ദേഹം സിലബസ് അനുസരിച്ച് ഫിലോസഫി പഠിപ്പിക്കുന്ന ആളല്ലാത്തത് കൊണ്ടാണ്. അത് ഈ വേദാന്തം അല്ലെങ്കിൽ അദ്വൈത ദർശനം എന്ന് പറയുന്നത് കർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. അത് കർമ്മത്തിൻ്റെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത അനന്തമായ പ്രചോദനത്തിൻ്റെ ഒരു വലിയ പ്രചോദന പർവ്വതമാണ്.
അത് ആ സമയത്തിനുള്ളതാണ്, ആ കർമ്മത്തിന് വേണ്ടിയുള്ളതാണ്. കർമ്മമില്ലാത്തടത്ത് അദ്വൈത ദർശനത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് കർമ്മമില്ലാതെ. ഇവർക്ക് 36 വർഷം രാജ്യം ഭരിച്ചെത്തിക്കണം, അതിനുവേണ്ടിയുള്ള രാജ്യഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രാജ്യഭരണത്തിൽ പുതിയ കർമ്മങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അത് രണ്ടാമത് പറയേണ്ട ആവശ്യവുമില്ല. പിന്നെ അത് ഓർത്തു വയ്ക്കാഞ്ഞതിൻ്റെ അർത്ഥം ഇദ്ദേഹം അതിൽ യഥാർത്ഥത്തിൽ താല്പര്യമുള്ള ആളല്ല എന്നതുകൊണ്ടാണ് അത് ഓർമ്മയിലിരിക്കാതെ രണ്ടാമതും കേൾക്കണം എന്ന് പറഞ്ഞത്. എന്നാലും അത് കേൾപ്പിച്ചു. അത് ഭീഷ്മരിലൂടെ ശാന്തിപർവത്തിൽ കേൾപ്പിക്കുകയാണ് ഉണ്ടായത്. അനേകം ഉപാഖ്യാനങ്ങളോടുകൂടി ഭീഷ്മർ അത് പറഞ്ഞു കേൾപ്പിച്ചു, ഭഗവാന്റെയും കൂടി സാന്നിധ്യത്തിൽ. അങ്ങനെ പൃഥുവിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നാൽ പ്രധാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത് മാർത്താണ്ഡൻ എന്ന വൈവസ്വത മനുവിൻ്റെ പുത്രനായി വരുന്ന മാർത്താണ്ഡൻ എന്ന രാജാവിൻ്റെ കാലത്താണ് സൂര്യൻ എന്നും മാർത്താണ്ഡൻ എന്നതിന് പേരുണ്ട്. കാരണം മൃത്ത് തന്നെ അണ്ഡമായവനാണ്. അണ്ഡം എന്ന് വെച്ചാൽ മുട്ട. അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ അണ്ഡം എന്ന അർത്ഥത്തിലാണ് ആ പേര് വരുന്നത്. മൃത്ത മാർത്തം, മാർത്താണ്ഡൻ. സൂര്യൻ്റെ മക്കൾ ഉണ്ട്. സൂര്യൻ്റെ സഹധർമ്മിണിയുടെ പേര് സംജ്ഞ എന്നാണ്. സംജ്ഞ ത്വഷ്ടാവിൻ്റെ മകളാണ്. ത്വഷ്ടാവ് വിശ്വകർമാവ്. വിശ്വകർമാവ് എന്ന ത്വഷ്ടാവിൻ്റെ വളരെയധികം ആളുകൾ പാണിഗ്രഹണം കൊതിച്ചിരുന്ന ഒരു കന്യകാരത്നമായിരുന്നു തുഷ്ടാവ്. ത്വഷ്ടാവ് ദേവശില്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ്. അപ്പോൾ പല യുവാക്കളും ഇവരുടെ കരം കൊതിച്ചിരുന്നു. കരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വില്ലേജ് മറ്റും അടയ്ക്കുന്ന കരമല്ല, ആത്മഹത്യ ചെയ്യേണ്ടാത്ത കരം. ആ കരം, അങ്ങനെ കരം കൊതിച്ചിരുന്നു. പലരുടെയും ഊണ് മുടങ്ങി. കൂട്ടാനില്ലാത്തതുകൊണ്ടല്ല. അല്ല, ഇവരെ കണ്ടതിന് ശേഷം ഇവരെ ഭാര്യയായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ആഗ്രഹം മൂത്ത് ഊണ് മുടങ്ങി. വെള്ളം മാത്രം കുടിച്ചിട്ട് എഴുന്നേറ്റ് പോരുന്ന ഒരു സ്ഥിതിയിലായി. ഉറക്കമില്ലാത്ത അവസ്ഥയിലായി പല ആളുകളും. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും. 2 വർഷത്തേക്കല്ലേ തിരിയാനൊക്കെ ഉള്ളൂ. പിന്നെ മരുന്നും കമന്നും. ഇങ്ങനെ 4 തരത്തിലുള്ള കിടപ്പ് തപസ് പോലെ അനുഷ്ഠിച്ചു പല ആളുകളും അവനവൻ്റെ കിടക്കയിൽ കിടന്ന്. അങ്ങനെ ഇരിക്കെയാണ് സംജ്ഞയെ സൂര്യന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് ഇദ്ദേഹത്തിന് സ്വന്തം നിലയിലൊരു, ഈ ത്വഷ്ടാവെന്ന് സൂര്യൻ്റെ പര്യായങ്ങളിൽ ത്വഷ്ടാവെന്ന് പര്യായമായിട്ട് പറയുന്നുണ്ട്. അതല്ല ഇത്. വിശ്വകർമ്മ ആണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സൂര്യന് ഭാര്യയായിട്ട് കൊടുക്കാം പറഞ്ഞു. അപ്പോൾ മകളോട് പറഞ്ഞു. ഒരു ദിവസം പ്രഭാതത്തിൽ പ്രഭാതവന്ദനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അത് കണ്ടോ, ആ കിഴക്ക് നിന്ന് ഉദിച്ചു വരുന്നത് സൂര്യൻ. അതാണ് ശരിയായ വിഭാവസു സൂര്യൻ. ഇത്രയും തേജസ്സുള്ള ഒരാൾ വേറെ ഇല്ല. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ സന്നദ്ധനാകും. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സൂര്യന് വിവാഹം കഴിച്ചു കൊടുത്തത്. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോഴാണ് മനസ്സിലായത് സൂര്യൻ്റെ വീട്ടിൽ രാത്രിയില്ല. അത് വലിയൊരു ഏനക്കേടാണല്ലോ, രാത്രിയില്ലാതെ വരുന്നത്. ഈ ആശാൻ എപ്പോഴും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി സൂര്യൻ്റെ ഭവനത്തിൽ രാത്രിയില്ല,
അപ്പോൾ ചെന്ന് അച്ഛനോട് പറഞ്ഞു, ആളൊക്കെ തിരക്കേടില്ല, പക്ഷെ അങ്ങോട്ട് അടുക്കാൻ നിവൃത്തിയില്ല. കാരണം രാത്രിയുമില്ല, അദ്ദേഹം ഏത് സമയത്തും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരാളെ എനിക്ക് വേണ്ട, എനിക്കൊരു ഇതിനേക്കാൾ ഭേദം ഒരു കരിക്കട്ട ആയാലും മതിയായിരുന്നു, അടുത്ത് ചെല്ലാമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് അയാളെ വേണ്ട എന്ന് പറയും. ഇത് വിശ്വകർമാവ് നിർബന്ധിച്ച് ചെയ്യിച്ച ഒരു വിവാഹമായിരുന്നു. അതുകൊണ്ട് ഇത് ചെന്ന് സൂര്യനോട് പറഞ്ഞാൽ എന്തായിരിക്കും സൂര്യൻ്റെ പ്രതികരണം എന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ട് അത് ആദ്യം പറഞ്ഞില്ല.